വായ്പാ തിരിച്ചടവിന്റെ പേരിൽ കോവളത്തെ വയോധികയെ പുറത്താക്കി വീട് ജപ്തി ചെയ്തതായ ആക്ഷേപം ഗ്രാമീൺ ബാങ്ക് പെരിങ്ങമല ശാഖയുടേതാണ് നടപടി. 64-കാരിയായ സലീന ഭായിയാണ് ബാങ്കിന്റെ നടപടിയിൽ വലഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ MLAയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പൂട്ടുപൊളിച്ച് ഇവരെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവരുമായി MS വീണ ശരിയാണ്. വീണ, എന്താണ് സംഭവിച്ചത്? സുരേഷ്, ഇന്ന് തിരുവനന്തപുരം കോവളത്താണ് 64-കാരിക്ക് ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. അവർ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമീൺ ബാങ്ക് പെരിങ്ങമല ശാഖയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. വായ്പ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ബാങ്ക് നടപടികൾ സ്വീകരിച്ചിരുന്നു. നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വയോധികയ്ക്ക് യാതൊരുവിധ മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഇത്തരത്തിൽ ഇവരെ വീടിന് പുറത്താക്കി ജപ്തി നടപടികൾ ബാങ്ക് അധികൃതർ പൂർത്തിയാക്കി. തുടർന്ന് ഇവർ വീടിന് പുറത്തായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു ഈ 64-കാരിയാണ് സലീന ഭായ് വീട്ടിൽ താമസിച്ചിരുന്നത്. തുടർന്ന് നാട്ടുകാരും കോവളം MLA ആയ M വിൻസെന്റെയും ഇടപെടൽ മൂലമാണ് വീടിന്റെ പൂട്ട് പൊളിച്ച് ഇവരെ തിരിച്ച് വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇത്തരത്തിൽ വായ്പയുമായി ബന്ധപ്പെട്ട് ബാങ്ക് നടപടിക്രമങ്ങൾ ഇവരെ അറിയിച്ചിരുന്നില്ല. തുടർന്ന് ഇത്തരത്തിൽ ബാങ്ക് എത്തുകയും അപ്രതീക്ഷിതമായ ഇത്തരത്തിലുള്ള ജപ്തി നടപടികൾ നടത്തുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ 64-കാരിയാണ് അവർക്ക് മാറി താമസിക്കുവാനുള്ള ഒരു സാഹചര്യമൊന്നും ഒരുക്കുന്നതിന് മുമ്പ് തന്നെ നടപടി സ്വീകരിച്ചു. ഇത്തരത്തിൽ അവർ പുറത്താക്കപ്പെട്ടു. നാട്ടുകാർ ഇടപെട്ടു. തുടർന്ന് വിവരം MLA അറിയിച്ചു. MLA വിവരം അറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തുകയും വീട് പൊളിച്ച് ഇവരെ പൂട്ട് പൊളിച്ച് ഇവരെ വീടിന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരത്തിലൊരു നിലപാടിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നടക്കം വിമർശനം ഉയരുകയാണ്. മുന്നറിയിപ്പ് നൽകണമായിരുന്നു, ഇവർക്ക് കുറച്ചുകൂടി സാവകാശം നൽകണമെന്നുള്ള കാര്യങ്ങൾ കൂടി നാട്ടുകാരടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ദുരനുഭവമാണ് ലോൺ എടുത്തതിന്റെ പേരിൽ, ഇത്തരത്തിൽ വായ്പ എടുത്തതിന്റെ പേരിൽ 64-കാരിയായ സലീന ഭായിക്ക് നേരിടേണ്ടി വന്നത്. ശരി, വീണയാണ് വിവരങ്ങൾ നൽകിയത്.